ഭാഗ്യമുള്ളവർ, അതിൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നവർ അവരുടെ നടപ്പ് വ്യത്യസ്തതകളായിരിക്കും. അവരുടെ ഇരിപ്പ് വ്യത്യസ്ത. നമ്മുടെ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവർ ശരിയാണ്, ദൈവരാജ്യം ഇരിക്കുന്നത് ഇതിനപ്പുറത്ത് നിത്യതയുണ്ട്. അതിനുവേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം. ദൈവം ദൈവാത്മാവിനാലും കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് മുമ്പേ ഈ ലോകത്തിൽ ആത്മാവിൽ നമ്മൾ ദൈവരാജ്യം ഇരിക്കുന്ന വ്യക്തികളാണ് കർത്താവ്ദാസ് പഠിപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നുണ്ട്. കർത്താവ്ദാസ് പഠിപ്പിക്കുന്നത് അത് നമ്മൾ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്താൽ അതിന്റെ മേൽ ജയം തരും. ഇതാ കർത്താവ് പറഞ്ഞത്, അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരാണ്, നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണ്. ഒരു രോഗം വരുമ്പോൾ ഒരു മാറ്റമില്ലാതെ കേൾപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നശിച്ചു പോകാൻ നഷ്ടപ്പെട്ടു പോകാൻ നമ്മുടെ കയ്യില് ഒരു കിരീടമായിട്ട് കാണണം. From it, let it be a blessing, and with much seriousness. Drink from it, let it be a blessing altogether. Hallelujah. നമുക്ക് ഒന്നിച്ച് കേൾക്കുന്നവർക്ക് ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ സുവിശേഷം അവതരിപ്പിക്കുന്നതാണ്. അത് നിരപ്പ് പ്രാപിക്കാതെ ദൈവത്തോടും സ്നേഹം അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ സെക്ഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 സെഷൻ കടന്നു വരികയും ത്യാഗത്തോടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കാൻ സ്തോത്രം. നമ്മുടെ സഭയിൽ കടന്നു വന്നേക്കാൾ അധികമായി മറ്റ് സെക്ഷനിൽ ധാരാളം പേരെ വെളിയിൽ നിന്നാണ് കടന്നു വന്നത്. അവരെയൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വാക്കോടിരിക്കുമാറാകട്ടെ. സ്തോത്രം. എനിക്ക് ഇവിടെ വന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട്. കർത്താവ്ദാസ് ചോദിക്കായിരുന്നു ഇവിടെ നേരത്തെ എന്താ വരാനും സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഇവിടെ വന്നത് തന്നെ ഒരത്ഭുതം. എന്നെ ഈ ദൈവദാസനിൽ കൂടി എന്നെ വിളിപ്പിച്ചത് ഈ പ്രയർ ലൈനിൽ കർത്താവ്ദാസനിൽ കൂടി നടത്തുന്ന പ്രയർ ലൈനിൽ കൂടി കൊണ്ടുവന്നത് എങ്ങനെയാണ് കർത്താവ്ദാസന് പോലും അറിയത്തില്ല. എങ്ങനെയോ ആരോ പറഞ്ഞ് കേട്ടു, എന്നെ വിളിപ്പിച്ചു. ഇത് ദൈവത്താലാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലെ നന്മകളെ കുറിച്ച് പറഞ്ഞ് ഞാൻ സ്വല്പ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു അച്ചാർ കൊണ്ടുവന്നിട്ട് $100 ചെക്ക് തന്നു. ആ ദൈവദാസ് എന്റെ അടുക്ക് വന്നിട്ട് താഴെ വെച്ച് പറഞ്ഞു, പാസ്റ്റർ ഞാൻ അച്ചാർ തീരെ സുഖമില്ലാതെ, ഈ ദൈവദാസൻ തന്നെ തീരെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി ഉടനെ തന്നെ പ്രയർ ലൈനിൽ പ്രാർത്ഥിച്ച് ഇറങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് വന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ കാരണം അതിച്ചിട്ട് മുന്നോട്ട് പോവാ. അപ്പൊ നമുക്ക് ഒന്നിനും മുളഞ്ഞു നോക്കി കാണാം. അത് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നാണ് പ്രൈസനോ. അപ്പോ അദ്ദേഹം പറഞ്ഞു, അന്നേരം എന്നോട് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഏത് പ്രാർത്ഥനയാണെന്ന് അറിയുന്നില്ല. അന്നേരം ഞാൻ ദൈവവചനം വായിക്കാൻ പറഞ്ഞു, വായിച്ചു. ആ ദൈവദാസി അന്നേരം തന്നെ വായിച്ചു, പ്രാർത്ഥിച്ചു. എന്റെ ഭർത്താവിന് ഒരുപാട് വിടുതൽ അന്ന് കാണുവാനിടയായി തീർന്നു എന്ന് ഇപ്പൊ എന്നോട് പറയാനിടയായി. ഇപ്പൊ പറഞ്ഞ ആ സൗകര്യ അമ്മാമ്മ ഇപ്പൊ പറഞ്ഞ അമ്മാമ്മ പോയ ദൈവമക്കളെ, ഞാൻ അറിയാതെ തന്നെ അനേക ആൾക്കാർ സൗഖ്യമാകുന്നു. ആരൊക്കെ എവിടെ സൗഖ്യമാകുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ജനങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു. ഇത് നിങ്ങൾക്കും പ്രാപിക്കുവാൻ കഴിയും. യു നീഡ് ടു പ്രാക്ടീസ് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിന്റെ വചനം പ്രസംഗിക്കുകയും കാണുകയും ചെയ്യുവാനല്ല, വായിക്കാൻ മാത്രമല്ല. ഇത് വായിച്ചാൽ പ്രയോജനമില്ല. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനെ കുറിച്ച് അറിയണമെന്ന് നിങ്ങൾക്കുള്ളിൽ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സബ്ജക്റ്റിനെ കൂടി പ്രസംഗിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യം ചോദിച്ചു.
ഏതെങ്കിലും ഡൗട്ടിനെ ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് ചോദിക്കാനുണ്ടോ? ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല, എനിക്കറിയാവുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും കുറിച്ച് പറയാൻ ആഗ്രഹമുണ്ടോ? കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഏതിനെ കുറിച്ചാ ഞാൻ പറയുന്നത്? എന്നാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ഒരു പ്രസംഗമാണ് പ്രസംഗിക്കാൻ പോകുന്നത്. എല്ലാം പറയാണ്, ഞാൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ പോവുകയാണ്. നമ്മുടെ ശരീരത്തിൽ എന്താ ഇല്ലാത്ത? ആരോഗ്യം അല്ലേ? നമുക്കില്ലാത്ത എന്താണ്? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് എന്താണോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് എന്താണോ അതിനെ എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ വേണം. അപ്പൊ ചോദിക്കും, ദൈവമല്ല ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നത് അല്ലേ? നമുക്ക് നോക്കാം, റോമാലേഖനം 4-ാം അധ്യായം. റോമാലേഖനം 4-ാം അധ്യായം അതിലെ 13-ാമത്തെ വാക്യം 14-ാമത്തെ വാക്യം വായിച്ചാണ്. 4-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം. ലോകാവകാശി അബ്രാഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ശ്രദ്ധിച്ചോളാം, ന്യായപ്രമാണം ഉള്ളവർ അവകാശിയെങ്കിൽ എന്താ ഇതിന്റെ ബാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്? വിശ്വാസം വ്യർത്ഥമാണ്. അപ്പൊ ന്യായപ്രമാണ പ്രകാരം നമുക്കൊന്നും പ്രാപിക്കാൻ അപ്പൊ പ്രമാണം കൊണ്ട് ദൈവസന്നിധിയിൽ ചെന്നിട്ട് നമുക്കൊന്നും പ്രാപിക്കാൻ പറ്റുകയില്ല. അടുത്ത ഇതാണ് പറയാ, പ്രമാണം കൊണ്ടൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ. ഇത് ഞാനല്ല പറഞ്ഞത്, കർത്താവിന് പകരം പറയാം. അല്ലേ ദേവസ്മാരെ? അടുത്തത് അപ്പൊ ന്യായപ്രമാണം കൂടുതൽ പ്രസംഗിച്ചാൽ എന്താ ഉണ്ടാകുന്നത്? ഓക്കെ, ന്യായപ്രമാണം കൂടുതൽ പറഞ്ഞ് മനുഷ്യനെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോപത്തിന് കാരണമേ ആകത്തുള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. അടുത്തത്, ആ ന്യായപ്രമാണം ഇല്ലെങ്കിൽ എന്തോ ഇല്ല. അപ്പൊ ചർച്ച നിയമം വേണ്ട എന്ന് ചോദിക്കും. ചർച്ച നിയമം വേണം. ആ നിയമത്തെ കുറിച്ച് അന്നും അല്ല പറയുന്നത്. ന്യായപ്രമാണം എന്താണ്? ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നതാണ് ന്യായപ്രമാണം. അടുത്തത്, അപ്പൊ വിശ്വാസത്താൽ നമുക്ക് അവകാശം പ്രാപിക്കുവാൻ സാധിക്കും. എന്തുകൊണ്ട്? എന്നിട്ട് എന്റെ രോഗം, എന്റെ സൗഖ്യം, എന്റെ ബലം, എന്റെ ആരോഗ്യം എനിക്ക് അവകാശമായി ലഭിക്കുന്നില്ല. There is a problem. There is something somewhere some mistake we are doing. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. എവിടെയോ ഞാൻ എന്തോ പാകപ്പഴ എഴുതുന്നുണ്ട്. നമ്മളല്ലേ ആരെ കുറ്റം നമുക്കറിയാം? ആരാമിന്റെ സ്വഭാവക്കാരാ. എന്തോ ആരാമിന്റെ സ്വഭാവം അല്ല. ഓരോരുത്തരും ആദ്യം ഭാര്യയെ കുറ്റം പറഞ്ഞു, ദൈവത്തെ കുറ്റം പറഞ്ഞു. അവൾ ഒരുത്തി കാരണമായി ഇതല്ല സംഭവിക്കുന്നത്. അത് നീ തന്നതാ ഇവിടെ. ഇല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ എന്റെ കാര്യമൊക്കെ സ്മൂത്തായിട്ട് ദൈവം കൊണ്ട് തന്ന ഇവൾ കാരണമായി ഇതെല്ലാം കുഴപ്പം. ആരാ പറഞ്ഞത്? ഞാനല്ല പറഞ്ഞു കേട്ടോ. പിന്നെ എന്താ ഇന്ന് അതന്നെ പറയുന്നത്? പാസ്റ്റർ കാരണക്കാരന് ഇത് വളരാൻ എനിക്കോട്ട് എന്നെ വളർത്തത്തില്ലെന്നാ പറയുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴ് ഈ എല്ലാം വളർത്തുന്നവരായിരുന്നു അവിടെ ഇരുന്നതല്ല. ഇവരെല്ലാം ഭയങ്കര വളർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് മാസ്റ്റർ പറഞ്ഞ്, ഞാൻ 500 പേര് കൂടുന്നുണ്ട്, കുറച്ചാൽ നിനക്ക് സാക്ഷ്യം പറയാൻ അവസരം തരുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ അവസരം തരുന്നുണ്ട്. ഒടുവിൽ ഞാനിങ്ങനെ കാത്തിരിക്കുക, കൺവെൻഷൻ ഇപ്പൊ പ്രാർത്ഥിച്ചു മാസ്റ്റർ നമ്മൾ മോഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. അതിന് അവസാനം വന്നു കഴിഞ്ഞാൽ വേറെ ആരുടെ കൂടെ പ്രാർത്ഥിപ്പിച്ചു. ഇതൊക്കെ പാസ്റ്റർ അല്ല ഈ വളർത്തേണ്ടത്. ആരാ വളർത്തേണ്ടത്? പാസ്റ്റർ വളർത്തിയത് ഞാൻ ഇങ്ങനെ വളരുമായിരുന്നു. ഇതെന്താണെന്നറിയാമോ? ഒരു കർത്താവിനോട് പറഞ്ഞു, നീ പാസ്റ്ററെ കൊണ്ട് വളർത്തിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഈ പ്രശ്നം. പാസ്റ്ററിന് എന്തെല്ലാം പ്രശ്നമുണ്ടെന്നുള്ളവരെ നിനക്കറിയാമോ? എനിക്കറിയത്തില്ല. പാസ്റ്ററിനെ അതുകൊണ്ട് കമ്മിറ്റിക്കാരും പൊതുയോഗക്കാരും ഇങ്ങനെ പിടിച്ച് മുറുക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് മതി എന്ന് പറഞ്ഞു.
കർത്താവ് എന്നോട് പറഞ്ഞു, നീ ആ മതസ്ഥ കുളക്കടയിൽ പോയത് കിടക്കാൻ പറഞ്ഞു. എത്ര വർഷമായി കിടക്കാൻ തുടങ്ങിയിട്ട്? 38 വർഷമായി. ഇവിടെ ഈ ചർച്ചിൽ ഇരിക്കുന്നത് അവിടെ വലിയ ചർച്ചായിരുന്നു. ഞാൻ പോയ LPC ചർച്ച, അവിടെ ഞാൻ രക്ഷിക്കപ്പെട്ടത്. അതിനകത്താണെങ്കിൽ അത് നിറച്ചും ആൾക്കാരുണ്ട്. ഇവരെല്ലാം 10-38 വർഷമായി ഈ കുളക്കടവിൽ കിടന്ന് വന്ന് കിടക്കുക. ഒരു ചെറിയ നടന്നിട്ടില്ല. നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകുവാൻ? കർത്താവ് പറഞ്ഞു, നിനക്ക് എന്നെ സുവിശേഷീകരിക്കാൻ മുമ്പേ ആ ദേവദാസൻ പറഞ്ഞു, സുവിശേഷിക്കാൻ മനസ്സുള്ളവര് അന്നാണെന്ന്. സുവിശേഷിക്കാൻ മനസ്സോ? പിന്നെ എന്തിനാ വിളിച്ചേക്കുന്നത്? കാണാനോ വിളിച്ചേക്കുന്നത്? പോയി സുവിശേഷം പറയാനാ വിളിച്ചേക്കുന്നത്? വേറെ ഒന്നിനുമല്ല വിളിച്ചേക്കുന്നത്. പോയി സുവിശേഷം പറയാം. ഇതിന് മനസ്സ് അയ്യോ, പിന്നെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ പറയണം. എന്തിനാ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ? പിന്നെ എന്തിനു വേണ്ടി വിളിച്ചേക്കുന്നത്? എന്തിനു വേണ്ടി വിളിച്ചേക്കുന്നത്? ആത്മാക്കളെ നേടുവാൻ വേണ്ടി. കർത്താവേ, എനിക്കൊരു വേടം തരണമെന്ന്. അടുത്ത വേടനൂടെ കൊടുക്കാൻ കർത്താവ്. ദൈവമക്കളെ, ആവശ്യമില്ലാത്ത പ്രാർത്ഥന, സമയം ചെലവഴിക്കാനായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ വേടമൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എന്താണ് പോയി അങ്ങോട്ട് ചെന്നോളൂ. പ്രൈസറോട് പറയുക, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന് കുറച്ചാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാ ആംബേഴ്സൺ. അവിടെ ഞാൻ ചെന്നു. ഞാൻ ഡോറ് തുറന്നുകൊണ്ട് കയറി. ഡോറ് ഉറക്കണ്ടാണ്, 2 താരി തുറന്നു വരികയും. ഞാൻ അവിടെ കയറി വിട്ട കൗണ്ടറിനകത്ത് ഞങ്ങളുടെ ചർച്ചിലെ ഒരാൾ നിൽക്കുന്നു. ഞാൻ ഉറക്കം വിളിച്ചോ, പ്രൈസറോ. അദ്ദേഹത്തിന് പേടിയാ പ്രൈസറോട് പറയുന്നത്. ഞാൻ ഉറക്കം പിന്നെ പറഞ്ഞു, എന്റെ ശബ്ദം തന്നെയോ, എനിക്ക് മൈക്ക് വല്ലതും വേണം. പ്രൈസറോട് ഉറക്കം പറഞ്ഞു. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ ഉയർത്തുവാൻ നമ്മൾ ശങ്കിക്കരുത്. മനുഷ്യന്റെ മുന്നിൽ എന്നെ ശങ്കിച്ചാൽ ഞാൻ പിതാവിന്റെ മുന്നിലും. അപ്പൊ നമ്മൾ ശങ്കിക്കരുത് നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ. എവിടെ നിന്നാലും കർത്താവിനെ ഉയർത്തുവാൻ നിന്റെ വായ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കർത്താവ് ഉയർത്തുവാൻ. ഉയർച്ച പ്രാപിക്കണം. ഒന്ന് മാത്രം മതി, അവന്റെ നാമത്തെ ഉയർത്തുക. വേറെ ഒരു ജനം പറയാൻ പോകണ്ട. ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയ നിന്നെ അവൻ ഉയർത്തും. അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അതിനകത്ത് എന്താ പറയുന്നത്? സിംഹത്തിന്മേലും അടലിന്മേലും ആരെയുണ്ടെന്നാ പറയുന്നത്. ഞാൻ ചവിട്ടും അല്ലേ? എന്നിപ്പോ അരകടി അടുപ്പിക്കാൻ തുടങ്ങുക. എല്ലാവരും അരകടി അടുപ്പിക്കാൻ തുടങ്ങുക. കർത്താവിനെ കൊണ്ട് അല്ലേ? അല്ല, അങ്ങനെയല്ല ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. സിംഹത്തിന്മേലും അടലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെ ബർബാവിനെ മെതിക്കേണ്ടി നിന്റെ കർത്താവിനെ പറയാം. കർത്താവ് നീ മെതിച്ചു കളയേണ്ടത്. എനിക്ക് വിരോധമായി വരുന്ന ശത്രുവിനെ നീ മെതിക്കണമെന്ന് നടക്കുക. അതോ ദേവദാസന്മാരെ എങ്ങനെയാണോ? നമ്മൾ യാക്കോബായെന്നോ ഭർത്തവുമായെന്നോ കത്തോലിക്കെന്നോ CSI ഒക്കെ അവിടുന്ന് വന്ന പ്രാർത്ഥനയെ കൊണ്ട് ദൈവസഭയിൽ വരരുത്. അവിടുത്തെ പ്രാർത്ഥന അവിടെ തന്നെ ഉപേക്ഷിക്കണം. അവിടുത്തെ സിസ്റ്റം അവിടെ തന്നെ ഉപേക്ഷിക്കണം. ദൈവസഭയിൽ വന്നു കഴിഞ്ഞാൽ യേശു പറഞ്ഞതുപോലെ ചെയ്യാൻ പഠിക്കണം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറൻസ് സ്റ്റെപ്പാണ്. ഒരു ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ അവിടെ കേട്ട് പഠിച്ചത് തന്നെ ഇവിടെ കൊണ്ട്. ഞാൻ യാക്കോബായിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ മസ്കറ്റിലായിരുന്നപ്പോഴ് എനിക്ക് ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോയത് ഭയങ്കര അടിച്ചോ. ദുഃഖവെള്ളിയാഴ്ച കുരിശുമുമ്പീടിലൊക്കെ പോകണം. അപ്പം ഇവർ പറഞ്ഞു ദുഃഖവെള്ളിയാഴ്ച നീ ജോലി ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞു വലിയ പാർട്ടിയുണ്ട്. ഞാൻ പറഞ്ഞു അവർക്ക് വെള്ളിയാഴ്ച അറബ് കൺട്രിയിൽ. അപ്പം ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ദുഃഖവെള്ളിയാഴ്ച ജോലി ചെയ്യത്തില്ല, വേറെ ഏത് ദിവസം അല്ല മറ്റേ ഇല്ല, നീ ദുഃഖവെള്ളിയാഴ്ച ജോലി ചെയ്ത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ജോലി ചെയ്യണം, ടിക്കറ്റ് എടുക്കാൻ പറ്റും. ടിക്കറ്റ് എടുപ്പിച്ചു. ഞാൻ ഇന്ന് ജോലി ചെയ്യും, നാളെ രാവിലത്തെ ഫ്ലൈറ്റ് ഞാൻ പോകും. ഇനി മേലിൽ നിന്റെ കൂടെ ജോലി വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ അങ്ങനെ ചെയ്യുമോ? ഒരു രാജ്യം വിട്ടു പോകുമോ? പോകാനെങ്കിലും അത്രയും വിഷയം ഞാൻ ദൈവം പറഞ്ഞ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തോണം. അതിന് മാറ്റമില്ല. അന്ന് ഞാൻ അവിടെ വെച്ച് പഠിച്ചെന്താണ്? ദുഃഖ വെള്ളിയാഴ്ച അവിടെ പോകണം, കുരിശുമുമ്പീടിൽ പോകണം, അവിടെ ആരാധിക്കണം. അതെന്റെ നിർബന്ധമായിരുന്നു. നമുക്ക് ആരാധന വിട്ടിട്ട് വേറെ ഒന്നും പോകരുത്. ഇന്ന് ആരാധനയെ അലക്ഷ്യമാക്കി അനേകര് നടന്നുകൊണ്ടിരിക്കുക. ദൈവകോപമാ വരുന്നത്. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചാണ്.
വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് 15-ാമത്തെ വാക്യം വായിച്ചാണ്. 15-ാമത്തെ വാക്യല്ലയോ? ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല. എവിടെയോ വായിക്കുന്നത്? 4-5 4-15 വായിക്കുന്നത്. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. പിന്നെ അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടത് തന്നെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും അല്ലേ? എന്നല്ലേ പറയുന്നത്? ദൈവത്തിന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാണ്. എന്നെ നിങ്ങളെ ആരുടെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചേക്കുന്നത്? അപ്പൊ നമ്മുടെ സ്വഭാവം എങ്ങനെയത്തെ? ഇല്ലാത്തതിന് വിളിക്കണം. വിളിക്കാതെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? ഇല്ലാത്തതിന് ഉള്ളതുപോലെ ആരെ വിളിച്ചിട്ടുണ്ടോ? ഇല്ലയോ? പിന്നെ ഇരിക്കുന്നതെന്തോ? പിന്നെ ഇരിക്കുന്നതെന്തോ? നാട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് വന്നിട്ട് ചെവിയിൽ വർത്താനം പറയും. ഇല്ലാത്ത അമ്മ ചെവി കൊണ്ടുവന്ന് വർത്താനം പറയിപ്പിക്കുന്നവരെ ഇരിക്കുന്നവരല്ലോ. ഇല്ലയോ? ഇല്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ ചെവി കൊണ്ടുവന്ന് വർത്താനം പറയും. അപ്പൊ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവരാ നമ്മളെല്ലാം. ആടെ സ്വഭാവക്കാരെ നമ്മള്. അടുത്തില്ലെന്നല്ല അവിടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ നാട്ടിൽ. അടുത്തില്ലെന്നല്ല അവിടെ നാട്ടിലുണ്ടല്ലോ. നാട്ടിലുള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നു. ഗർഭത്തിൽ പോയിരിക്കുകയാണെങ്കിൽ വിളിക്കത്തില്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ സ്വർഗത്തിൽ പോയാലെ വിളിക്കും. സ്വർഗത്തിൽ പോയാലെ വിളിക്കുന്ന കാര്യമില്ലല്ലോ. സ്വർഗത്തിൽ ഇരിക്കുന്നവരല്ലേ നമ്മൾ വിളിക്കുന്നത്. ഇല്ലാത്ത അമ്മച്ചി ജീവനോടെ ഉള്ളതുകൊണ്ടാണ് വിളിക്കുമ്പോ കിട്ടും. അത് തന്നെ ജീവനുള്ളവരെ വിളിക്കല്ലേ. അല്ല പിന്നെ ജീവനില്ലാത്തവരെ നമ്മൾ വിളിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? അല്ല അപ്പൊ ഉള്ളതിനെ ഉള്ളതുകൊണ്ടാ ഇല്ലാതെ കിട്ടുന്നത്. ഉള്ളതുകൊണ്ടാണ് വിളിക്കുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ്. ഇവിടെ അടുത്തില്ലാത്ത കാര്യം ഞാനും പറയുന്നത്. കിട്ടുന്നില്ല ചോദിച്ചോണ്ട് പറഞ്ഞത്. ശരി, അത് നല്ലൊരു പോയിന്റാ. അപ്പൊ ഇനി നോക്കണേ, ഇപ്പൊ അടുത്തില്ലാത്ത ഒരാളെ വിളിക്കാൻ നമുക്ക് അറിയാമല്ലോ. ഇനി ഞാൻ കർത്താദാസൻ പറഞ്ഞത് നല്ലൊരു പോയിന്റാ. അതനുസരിച്ച് നമുക്ക് വേറൊരു കാര്യം നമുക്ക് നോക്കി. ഇപ്പൊ എന്റെ വീട്ടില് കർത്താവ് പറഞ്ഞു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ ആകെ പറ്റുള്ളൂ. ഈ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ആഹാരമൊക്കെ ഉണ്ടാക്കി ടേബിളിന്റെ പുറത്ത് വെച്ചിരിക്കുക. അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുക. അമ്മ എന്താ അമ്മ കുത്തിയിരിക്കുന്നത്? അച്ഛൻ ഇവിടെ ഇല്ല. എന്തിനാ അമ്മ ഇതിനെ വിളിക്കരുത്? ഓ ഇല്ല, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ കർത്താവിനെ പറ്റത്തുള്ളൂ. അച്ഛൻ ഇവിടെ ഇല്ല. പിന്നെ എവിടെ പോയിരിക്കുക? അച്ഛൻ അടുത്ത മുറിയിൽ ഇരിക്കുക. ആരാ വിളിക്കണ്ടേ? അമ്മ വിളിക്കണ ആരുണ്ടായിട്ടുണ്ട് അത് കഴിക്കാതെ. അപ്പൊ ഇല്ലാത്ത അച്ഛനെ വിളിച്ചു വരുന്ന ഇവരെ കാണുന്നതാണ്. അപ്പൊ ഈ ലോകത്തിലുള്ളതിനൊക്കെ വിളിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. നന്മ വല്ലതും വിളിച്ചു വരുത്താൻ പറ്റും. അപ്പൊ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ എന്തോരെ വിളിക്കണം നമ്മള്? ആരോഗ്യത്തെ വിളിക്കണം. അപ്പൊ ഇനി അത് മനസ്സിലാക്കാൻ പാടെ എങ്ങനെയാണ് ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിക്കുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നിട്ടില്ല. ഭർത്താവുണ്ടോ? ഭർത്താവില്ലെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ എങ്ങനെ വിളിക്കുന്നത്? മകനില്ലെന്നുണ്ടെങ്കിൽ മകനെ എങ്ങനെ വിളിക്കുന്നത്? മകളില്ല, അല്ല എന്തോ കുഞ്ഞുങ്ങളില്ല, അതില്ലാത്ത കാര്യമല്ലയോ? എങ്ങനെയാണ് വിളിക്കുന്നത്? വിളിക്കണ്ടേ? ഉള്ളതിനെ മാത്രമല്ല വിളിക്കണ്ടേ, ഇല്ലാത്തതിനെ എന്ത് ചെയ്യണം? വിളിച്ച് ഓക്കെ. ഭർത്താവ് ഈ ഇരുട്ട് കണ്ടു കഴിഞ്ഞു. കൂരിട്ട് കണ്ടപ്പോ എന്താ പറഞ്ഞു? അപ്പൊ അവിടെ എന്തോ ഇല്ലായിരുന്നു. അപ്പൊ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ എന്ത് ചെയ്തു? വിളിച്ച് വരുത്തി. അപ്പൊ നമ്മൾ ഇരുട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തോ പറയും? അപ്പൊ നമ്മൾ ഇരുട്ട് കണ്ടു കഴിഞ്ഞാൽ ഇരുട്ട് അത് സത്യമല്ലയോ, വാസ്തവമല്ലയോ എന്ന് പറയും. വാസ്തവമാണ്, പക്ഷെ അതെന്തല്ല, സത്യം അല്ല. മനസ്സിലായില്ല? ഇറ്റ്സ് എ ഫാക്ട് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ട്രൂത്ത്. സത്യം എന്താണ്? ദൈവത്തിന്റെ
എന്താണ് ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം വാസ്തവം തന്നെയാണ്. പക്ഷെ തന്നെ സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. സത്യം എന്താണ് ഇത് നോക്കണം. എങ്ങനെയാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നത്? അടുത്ത വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ ഞാൻ നിന്നെ വ്യക്തിജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഈ വണ്ണമാകും എന്ന് അന്ന് ചെയ്തിരിക്കുന്നത് പോലെ താൻ വ്യക്തിജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. എങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കൊടുത്തത്? എങ്ങനെയാണ് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടത്? അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്കാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത്, അല്ലെ? എല്ലാവരെക്കാളും കൂടുതൽ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നത് നമുക്കാണ്. കാരണം ഈ തലമുറയിലാണ് ഏറ്റവും കൂടുതൽ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ ടെലിഫോൺ വാഗ്ദത്തമുണ്ട്, എവിടെ നോക്കിയാലും പരിക്കാത്ത വാഗ്ദത്തമുണ്ട്, വണ്ടിയൽ വാഗ്ദത്തം ഇരിപ്പുണ്ട്, എവിടെ നോക്കിയാലും വാഗ്ദത്തം ഇരിപ്പുണ്ട്. വാഗ്ദത്തം ലഭിച്ച നമുക്ക് ഈ വാഗ്ദത്തം എന്തുകൊണ്ട് പ്രാപിക്കാൻ പറ്റുന്നില്ല? ചിന്തിച്ചു നോക്കണം. നമുക്ക് ഈസി ആയിട്ട് പ്രാപിക്കുവാൻ സാധിക്കും. ഞാൻ പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുക ഓരോന്നും. ഇനി നോക്കണം, അതിന് 18ാമത്തെ വാക്യം നോക്കിയേ. നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവിശ്വാസത്താൽ സംശയിച്ചില്ല. എന്താ അവിശ്വാസം സംശയിക്കാതിരുന്നത്? നമ്മളാണല്ലോ. ഇപ്പൊ ഒരു കുഞ്ഞ് എനിക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിടത്ത് എന്നു KY ഗീവറീസ് പാസ് എന്ന് പറഞ്ഞ ആളെ കേട്ടുണ്ട്. ഉണ്ട്. അദ്ദേഹത്തിന്റെ മകന് കുഞ്ഞില്ലായിരുന്നു. 13-14 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് അവർ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്താണ്, പ്രാർത്ഥിച്ചൊക്കെ ചെയ്താണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ആദ്യമായിട്ട് അവിടെ ചെന്നത്. അപ്പം അവർക്ക് കുഞ്ഞില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? കുഞ്ഞുണ്ടാകണം. എന്ത് ചെയ്യണം? ഇല്ലാത്ത കുഞ്ഞിനെ വിളിച്ച് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അടുത്ത വാക്യം വായിച്ചു. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ എന്ത് ചെയ്യരുത്? സംശയിക്കരുത്. നമ്മളെല്ലാം എന്തോ ചെയ്യുന്നത്? മിക്കവാറും എങ്ങനെ സംശയിക്കുന്നത്? അവിശ്വാസം കൊണ്ടൊന്നുമല്ല സംശയിക്കുന്നത്. നമ്മുടെ സാഹചര്യം കൊണ്ടാണ് സംശയിക്കുന്നത്. നമ്മുടെ സാഹചര്യം. നമ്മളെല്ലാം വിശ്വാസികളാണ്. നമ്മൾ അവിശ്വാസികളൊന്നും അല്ല. ആണോ? ആരെല്ലാം അവിശ്വാസികളുണ്ട് ഇവിടെ? എല്ലാം വിശ്വാസികളാണ്. നമുക്ക് പ്രശ്നം അവിശ്വാസമല്ല, നമ്മുടെ സാഹചര്യമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? സംശയം കൊണ്ടുവരുന്നത്. അപ്പൊ അബ്രഹാമിന്റെ സാഹചര്യം നല്ലതായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞത്? അബ്രഹാമിന്റെ ഡോക്ടർ എന്താ പറഞ്ഞത്? വയസ്സായി, എല്ലാം ഉണങ്ങി, ഇനി ഒരു രക്ഷയുമില്ല. എല്ലാം ഡ്രൈ ആയി, ഇനി ഒരു രക്ഷയുമില്ല. ഈ അമ്മച്ചിയാണ് അമ്മച്ചിയായി. ഇപ്പൊ ഈ അമ്മച്ചിക്ക് ദൈവം പ്രത്യക്ഷനായി കഴിഞ്ഞതിന് ശേഷം ഈ അമ്മച്ചി 90 വയസ്സുള്ള അമ്മച്ചി പിന്നെ 10 വയസ്സുള്ളവളായി മാറി, 19 വയസ്സുള്ളവളായി മാറി. അതിന്റെ 20-ാം അധ്യായത്ത് പോകാന്നുണ്ടെങ്കിൽ രാജാവ് നോക്കുന്നുണ്ടോ ഒരു സുന്ദരിപ്പെട്ട് വരുന്നു, തട്ടിക്കാട്ട് പോരാ പറഞ്ഞത്. എത്ര വയസ്സുള്ള അമ്മച്ചിയാ? 90 വയസ്സുള്ള അമ്മച്ചിയെ 19 വയസ്സുകാരി ആക്കി മാറ്റാൻ കർത്താവിന് കഴിയല്ലേ? അത് കഴിയും അല്ലേ? അപ്പൊ നമ്മളെന്താ സംശയിക്കുന്നത്? എന്താണെന്നറിയാമോ? നമ്മുടെ ഈ സാഹചര്യം, നമ്മുടെ ഈ ടെലിവിഷൻ ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മളെ ന്യൂസ് എല്ലാം പറഞ്ഞ ന്യൂസ്. നമ്മൾ ഏത് ന്യൂസാണ് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്? ലോകത്തിന്റെ ഗുഡ് ന്യൂസ് ആണ് കേൾക്കുന്നത്. മറ്റേ ന്യൂസ് എന്താണെന്നറിയാം? എവറിത്തിങ് ഇസ് ബാഡ്. ബാഡ് ന്യൂസ് കേട്ട് തല നിറച്ച് എന്തായിരിക്കാണ്. അപ്പൊ അബ്രഹാമിന്റെ ഈ ന്യൂസ് കേൾക്കാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അബ്രഹാമിന് ആകെ ഒരു ന്യൂസ് ഉണ്ട്. ആരുടെ ന്യൂസാണെന്നറിയാം?
സ്വർഗത്തിൽ നിന്നുള്ള ന്യൂസ് മാത്രം കേൾക്കാൻ നേരം. ദൈവം എന്താ പറഞ്ഞത്, ഇന്നെന്താ പറഞ്ഞത്, അത് നാളെ എന്താ പറയാൻ പോകുന്നത്, ഇന്ന് രാവിലെ എന്താ പറഞ്ഞത്, പിള്ളേരുടെ ന്യൂസ് കേൾക്കേണ്ടി ആരോടാണ്? സോദരഗോപാലന്റെ ന്യൂസ് ആരുടേതാ കേട്ടത്? സോദരഗോപാലെ നശിക്കാൻ പോകുന്ന ന്യൂസ് ആരുടേതാ കേട്ടത്? നശിക്കപ്പെടുള്ള ന്യൂസ് ആരുടേതാ കേട്ടത്? ദൈവത്തിന്റെ. അപ്പൊ ന്യൂസ് കേൾക്കാൻ പുള്ളി എവിടെ പോകുന്നത്? ദൈവസന്നിധി. അപ്പൊ ഈ സോണോഗ്രാം ചെയ്യാനായിട്ട് ആരെടുക്കല പോയത്? പ്രായനെ സോണോഗ്രാം ചെയ്യുമ്പോ ഓടിപ്പോയിരിക്കുക. ഇവിടെ എന്താ വേണം വൈദ്യ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നത്? ഒന്ന് പോയി സോണോഗ്രാം ചെയ്തിട്ട് വരാം, പോയിരിക്കുക അല്ലേ? നമ്മളാണോ സോണോഗ്രാം ചെയ്യാൻ ആരെങ്കിലും പോകുന്നത്? അവിടെ വാക്കെടുക്കുന്നുണ്ടോ? അപ്പം അന്നും ഉണ്ടായിരുന്നു എന്തോഗ്രാം. അത് ആരെടുക്കലായിരുന്നു? ഇനി നോക്കേ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ പോകുന്നത്. അബ്രഹാം അവിശ്വാസത്തെ സംശയിക്കാതെ വിശ്വാസത്തെ ശക്തിപ്പെട്ട് എങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുത്തത്? കർത്താവേ നിനക്ക് മഹത്വം തരുന്നേ, മഹത്വം തരുന്നേ, മഹത്വം തരുന്നേ എന്നാണ് പറഞ്ഞത്. അങ്ങനെയുമല്ല. തരാൻ പോകുന്നൊന്നുമില്ല. ഇതാ നമ്മൾ നല്ല നിങ്ങൾ പറഞ്ഞൊക്കെ ആശയങ്ങളൊക്കെ ഒരു ഇത് ശരിയാ. പക്ഷേ ഇതിനകത്ത് ബൈബിളിലെ ആശയം പ്രകാരമാണ് പറയാം. എപ്പോഴും നോക്കണം തന്നതുകൊണ്ട് അമ്മാമ്മ അത് ശരിയാ. നമ്മളെല്ലാം അങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നത്. ഇങ്ങനല്ല കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. നമ്മൾ കർത്താവ് പഠിപ്പിച്ച ആ ഭാഗത്തേക്ക് പോകണം. അതിന്റെ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം വായിച്ചു. അന്നേരം പറഞ്ഞില്ല. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. ആദ്യത്തെ പ്രവൃത്തി നമ്മളെന്താ എഴുതുന്നറിയോ? എന്താ ഈ നിഷ്കളങ്കനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളങ്കമില്ലാതെ നടക്കണം. പിന്നെ അടുത്തത്, എനിക്ക് നിനക്ക് മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും. ഇപ്പൊ ഒരു നിയമം സ്ഥാപിക്കാൻ ഇന്ന് രാവിലെ നിങ്ങളത് ചെയ്തു. ഒരു കാര്യം ചെയ്തു. എന്തായിരുന്നു? ഒരു നിയമം ചെയ്തു. ആരോടാ? ഇനി ഈ നിയമം ലംഘിച്ചാണോ കുഴപ്പം എന്നറിയോ? എന്തോ ശിക്ഷ. അപ്പൊ ഇത് നിയമത്തോട് അതാ തന്നെത്താൻ ശോധന ചെയ്യുന്നത്. ഇത് നിയമത്തോട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? സൈൻ ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി ഇത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ. നിയമം ലംഘിക്കുന്നവരാ. കർത്താവ് ലംഘിക്കാൻ പറ്റും നിയമം. പിന്നെ ആരൊക്കെ ലംഘിക്കത്തുള്ളൂ? ഏറ്റവും കൂടുതൽ നിയമം ലംഘിക്കുന്നവരാരാ? നമ്മൾ മലയാളികളാണ്. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് അന്തരം ചെയ്തിരിക്കും. ദൈവങ്ങളെ വളരെ സൂക്ഷിച്ചോണം. ആരോടാണോ ഇന്ന് നിയമം ചെയ്തത്? എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. അടുത്തത്, എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ഒറ്റ കുഞ്ഞാലും ഉണ്ടോ? ഇല്ല, ഒരു കുഞ്ഞു പോലും ഇല്ല. അധികമധികമായി വർദ്ധിപ്പിക്കും. പിന്നെ അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. എനിക്ക് I have a covenant with you. Yes. I have a covenant with you. ഇപ്പൊ നമ്മളുമായിട്ട് ദൈവവുമായിട്ട് എന്ത് ചെയ്തു? ഒരു കവനന്റ്. ആദ്യത്തെ കവനന്റിന് ലംഘനമില്ലായിരുന്നു എങ്കിൽ അതിന്റെ ഇത് മാറേണ്ട, ആദ്യത്തെ കവനന്റ് മാറേണ്ട ആവശ്യമില്ലായിരുന്നു. അതിന്റെ ലംഘനം മൂലം അതിനെ മാറ്റി പുതിയൊരു കവനന്റ് നമുക്ക് തന്നിരിക്കുകയാണ്. ബെറ്റർ കവനന്റ് നമുക്ക് തന്നിരിക്കുന്നത്. പഴയ നിയമത്തിനെക്കാട്ടിലും ബെറ്റർ കവനന്റ് നമുക്ക് തന്നിരിക്കുമ്പോൾ അപ്പൊ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാപിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ നമുക്ക് ഇന്ന് ദൈവമക്കൾക്ക് ആ ബെറ്റർ കവനന്റിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. ഇനി നോക്കണം അടുത്ത വാക്യം. ഇപ്പോ പറയാണ് നീ എല്ലാവരും പറയണേ ബഹുജാതികൾക്ക് പിതാവാകും. അതിന്റെ ഷോർട്ട് ഫോം എന്തുവാ? അതിന്റെ ഷോർട്ട് ഫോം ബഹുജാതികൾക്ക് പിതാവാകും. അതിന്റെ ഷോർട്ട് ഫോം എന്തുവാ? പറ, ഉറക്കെ പറ. ഞാൻ ബഹുജാതികൾക്ക്. ഓക്കെ, അതിന്റെ ഷോർട്ട് ഫോം എന്തുവാ? അബ്രഹാം. ഇനി നിന്റെ പേര്, നിന്റെ അവളുടെ പേര് സാറായി എന്നല്ല, സാറ എന്നാകും. അപ്പൊ ഇനി എന്ത് ചെയ്തു? ഞാൻ ബഹുജാതികൾക്ക് പിതാവ്. അബ്രഹാം പറയുകയാണ്. അബ്രഹാം പറഞ്ഞു സാറായി. അപ്പൊ സാറായി അഡോണായി. എന്താണ് ഈ അഡോണായി? യജമാനൻ. അതാ കർത്താവ്, മാസ്റ്റർ.
ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ചതാണ്. അഡോണായി എന്നുള്ള വേർഡ് ഇറ്റ്സ് എ പവർഫുൾ വേർഡ്. നിങ്ങൾ അഡോണായി യഹോവ എന്നൊന്ന് വിളിച്ചു കഴിയുമ്പോൾ തന്നെ ആ മാസ്റ്റർ ദൈവം, ആ കർത്താവ് നമ്മളെ വന്ന് അനുഗ്രഹിക്കും. ആ ദൈവത്തിന്റെ നാമം, അതിന്റെ അർത്ഥവും പഠിക്കണം. Then you will change your life. Praise the Lord. അവിടെ പറയാണ് ഇനി നിന്റെ പേര് സാറ എന്നാകും. അപ്പൊ ഇന്ന് മുതൽ അവിടെ അപ്പൊ അബ്രഹാമിന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? ഇനി ഇപ്പൊ നോക്കിയത് എത്ര പേരുണ്ട്? മൊത്തം എത്ര പേരുണ്ട്? കർത്താവ് പറഞ്ഞു 2 പേര് ഐക്യമത്യപ്പെട്ട എന്ത് ചോദിച്ചാലും തരും. ഇവിടെ എത്ര പേരുണ്ട് ഇപ്പൊ ഐക്യമത്യപ്പെടാൻ? 2 പേരേ ഉള്ളോ? ബാക്കി എത്ര പേരുണ്ട്? ചിന്തിച്ച് പറ. 318 അഭ്യാസികൾ തന്നെ അബ്രഹാമിന്റെ വീട്ടിലുണ്ട്. പിന്നെ അവരുടെ മാതാപിതാക്കൾ ഇപ്പൊ എത്രയായി? ഇവരെല്ലാം എന്താ വിളിക്കുന്നത്? അതിന് പറയണ അബ്രഹാം. പറഞ്ഞേ അബ്രഹാം, ബഹുജാതികൾക്ക് പിതാവ്. അപ്പൊ ഇവർക്ക് എന്താ ഇല്ല? മക്കളുണ്ടോ? അപ്പൊ ഇല്ലാത്തതിനെ ആരാ വിളിച്ചോണ്ടിരിക്കുന്നത്? അപ്പൊ ഇല്ലാത്തതിനെ വിളിച്ചോണ്ടിരിക്കുകയാണ് അബ്രഹാം. ഇല്ലാത്തതിനെ ആരാ വിളിച്ചോണ്ടിരിക്കുന്നത്? അബ്രഹാം കൂട്ടരുടെ ഇല്ലാത്തതിനെ വിളിച്ചോണ്ടിരിക്കുക. ഇല്ലാത്തതിനെ എന്താ ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ എന്തില്ല? ആരോഗ്യം. ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തി സൗഖ്യമാക്കിയതിനെ ആരോഗ്യം വരുത്തുകയും ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ആരോഗ്യം എന്റെ മേൽ വരുമാറാകട്ടെ. അബ്രഹാം എങ്ങനെ വിളിച്ചത്? ഒരു വർഷം കഴിഞ്ഞുണ്ട് 6 കൈയുണ്ട്. മിയാവ് കയ്യില് അല്ലേ? എത്ര വർഷം പറഞ്ഞാണ് ഇവര്? ഈ ശബ്ദം കേൾക്കുന്നവരോട് എത്ര കാലം പറഞ്ഞു? 1 വർഷം. 1 വർഷം. അപ്പം അബ്രഹാമിന്റെ വാഗ്ദത്തം നിവർത്തിക്ക് എത്ര ആളെടുത്തു? എപ്പോഴാ വാഗ്ദത്തം കിട്ടിയത്? 99 വയസ്സുള്ള അബ്രഹാം വാഗ്ദത്തത്തിൽ സംശയിച്ചോ? ദൈവത്തിന് അങ്ങനെ മഹത്വം കൊടുത്തത്? അവൻ പറഞ്ഞത് അവനോട് ഏറ്റു പറഞ്ഞു. സമ്മതിക്കത്തില്ല. അവൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് ഏറ്റു പറഞ്ഞു. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് ഏറ്റു പറഞ്ഞ് അതിൽ സംശയിക്കാതെ ഏറ്റു പറയുമ്പോൾ നിന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ആ പറഞ്ഞത് അതുപോലെ സംഭവിക്കും. എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട എന്റെ വചനം തന്നെ അത് വായിൽ നിന്ന് പുറപ്പെട്ടു പോയാൽ അത് പ്രവർത്തി ചെയ്യാതെ എങ്ങനെയൊക്കെ മടങ്ങി. അപ്പൊ എങ്ങനെ കർത്താവിന്റെ വാചനം എങ്ങനെ പുറപ്പെടുന്നത്? ഈ പുസ്തകത്തിൽ ഇരിക്കുന്ന വചനം വാഗ്ദത്തം എങ്ങനെ പുറപ്പെടുന്നത്? ഇത് എഴുതപ്പെട്ട ലോഗോസ് ആണ്. ഇത് രേമയായിട്ട് മാറണം. യു ഹാവ് ടു സേ ഇറ്റ്. ഇതിന്റെ വാഗ്ദത്തം നമ്മൾ പറയണം. നമ്മുടെ ജീവിതത്തില് എന്താണ് വാഗ്ദത്തം? കർത്താവ് പറഞ്ഞിരിക്കുന്നത് യെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ചു. 33:6. നമ്മുടെ സമയമായാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്തവര് ഉള്ള പോലെ വിളിച്ചു വരുത്തിയിട്ടുള്ള ആളാണ്. ഒരു ദിവസം എന്റെ വീട്ടിൽ എന്റെ ഭാര്യ പറഞ്ഞു ചേന തിന്നണം. പുള്ളിക്കാർക്ക് ചേന തിന്നണം ഭയങ്കര ആഗ്രഹമായി. അപ്പൊ നമുക്ക് ചേന കിട്ടാൻ വല്ല മാർഗമുണ്ട്. ഞാൻ അടുത്ത 2005 ചേന നാട്ടിൽ പോയി ചേന കൊണ്ടുവന്നത്. എന്റെ ഫാദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു 5-6 കൂടി ചേന കൂടി ഉണങ്ങി എല്ലാം റെഡിയാക്കി വെച്ചേക്കണം, എനിക്ക് ഇവിടെ കൊണ്ട് നടാനാന്ന് പറഞ്ഞു. ചേനെല്ലാം റെഡിയാക്കി വെച്ചു. വരുന്ന വഴിക്ക് ചിക്കാഗോയിൽ വന്നോണ്ട് കസ്റ്റമർ ബസ്സിലാണ് അതെടുത്തെല്ലാം കൂടെ എടുത്ത് കുറക്കണം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നത് കൊണ്ടുവന്ന ചേനയുമില്ല, പറഞ്ഞ ചേനയില്ല. ഒരു ചേന ചേനയിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഈ ചേന മുൻകേണ്ട അവണ്ടൊന്ന് കുഴിച്ച് വെച്ചത് അടഞ്ഞും പോയി. ഇപ്പൊ ചേന ഉണ്ടോ? ഇല്ല. അപ്പൊ ചേനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു. എന്റെ ഭാര്യ പറഞ്ഞു ചേന വേണമെന്ന് പറഞ്ഞു. ഇനി ചേന വരണ്ടായിരുന്നു. സ്തോത്രം. ഒരു ദിവസം ഒരു അച്ചായന് ഞാൻ പരിചയപ്പെട്ടു. ഈ അച്ചായന് 74 വയസ്സുള്ള ഒരു അച്ചാൻ. അച്ഛൻ ചോദിച്ചു, മോനച്ഛൻ ചേന വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ പിന്നെ അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. അച്ഛൻ വന്നാൽ ഞാൻ 1 കൂട് ചേന തരാമെന്ന്. എത്ര കൂടെ? 1 കൂട് തരാമെന്ന്. വിദ്യാഭ്യാസം നോക്കേണ്ട 1 ചേന നടന്നു വരുന്നു. എത്ര ചേന? 1 ചേന നടന്നു കയറി വരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ എന്റെ ജ്യേഷ്ഠത്തിൽ ഒരാളുണ്ട്. പുള്ളിക്കാരത്തി ഇപ്പം
അവിടെ ഹ്യൂസ്റ്റൺ TV മിനിസ്റ്റർ നടന്നുണ്ട്. അവര് എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് ഞങ്ങൾ ഡാമസോട്ട് ഞങ്ങളെല്ലാം കൂടെ വരുന്നുണ്ട് അതിന് കല്യാണത്തിന്, ഞങ്ങളെല്ലാവരും കൂടെ വരുന്നു, ഒത്തിരി പേരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോരാ. അവരിങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്മമ്മ ഹ്യൂസ്റ്റണിൽ ചേന കിട്ടുമെന്ന് പറയുന്നത് കേട്ടു. ചേന കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ചേന കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. നോക്കി പറഞ്ഞാൽ ഒരു ഭയങ്കര ഇത്രയും വലിപ്പമുള്ള ചേന നടന്ന് അപ്പൊ ഇല്ലാത്ത ചേന എവിടുന്ന് വരുമെന്നു എല്ലാം കയറി വന്നു. പിന്നെ 10 ചേന കൊണ്ട് നട്ടു. നട്ടുന്നുണ്ടെ അടുത്ത പ്രാവശ്യം നട്ടുണ്ടെങ്കിൽ ഇത്ര കിട്ടിയുള്ളൂ, പിന്നെ നട്ടുണ്ടെങ്കിൽ ഇത്രയുമേ കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ ഈ ചേന നമുക്ക് ശരിയാക്കിയിട്ടുള്ള കാര്യമാണ്. ചേന വലുതാകുന്നവരെ കൃഷി ചെയ്യും. ഞാൻ തിന്നില്ലെങ്കിൽ വേണ്ടിയില്ല, ചേന വലുതാകുന്നവരെ കൃഷി ചെയ്യും. ഇല്ലാത്ത ചേന വിളിച്ചു വരുത്തി. മുരിങ്ങ ഇല്ലായിരുന്നു, മുരിങ്ങ വിളിച്ചു വരുത്തി. ഒരു ദിവസം എന്നെ ഞാൻ ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ പോയി. എന്നെ വായ്പ എപ്പോഴും പറയാം, എനിക്ക് മോനിച്ചാൽ ഇതുവരെ കൃഷി ചെയ്തിട്ടില്ല, കൃഷി ചെയ്യാൻ അറിയത്തില്ല. അവിടെ കൊണ്ടുവന്ന് പോച്ചക്കകത്തോട് കൊണ്ടുവന്നിട്ട് ചിരണ്ടിയിട്ട് വിത്ത് കൊണ്ടുവന്ന് വിടും. ഇതുപോലെ വെളുത്ത് വരുമോ, ഇത് അറിയത്തില്ലേ എന്ന് പറഞ്ഞ് എന്ത് വഴക്കാം. ഒരു ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ അനിയനോട് പറഞ്ഞു, അവൻ വലിയ കൃഷിക്കാരൻ, അവരോട് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ കിടക്കുന്ന ഒരു മിഷനുണ്ട്, നമുക്ക് ഹോം ഡിപ്പോയിലൊക്കെ വാടക കിട്ടും, അതേ പറഞ്ഞ വാടകയ്ക്ക് ഞാൻ എടുത്തു തരാം, നീ ഒരു കിളച്ച് കാണിച്ചെന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. ഓ ഞാൻ ഈ പ്രാവശ്യം കൃഷി ചെയ്തില്ല, നിന്നെ കാണിച്ചു തരാൻ പോയാൽ ഇതൊന്ന് വാങ്ങിച്ചതാ, ഇതൊന്ന് കാണിച്ചതാണ്, പുള്ളി ജീവൻ പോയാൽ കാണിച്ചു തരാം. അമേരിക്ക ഇവിടെ പല കാര്യങ്ങളും ആരും കാണിച്ചത് പക്ഷെ കർത്താവ് കാണിച്ചു തരും. അപ്പൊ എനിക്ക് എന്താ വേണം? മിഷൻ. അപ്പൊ ഇല്ലാത്ത മിഷൻ വരണ്ടേ? ഒരു ഞാൻ ജോലി കഴിഞ്ഞോട്ട് വന്നിട്ട് എന്റെ അയൽവക്കത്തെ ഒരു മിഷൻ. അപ്പൊ എന്റെ ഒരു ബിസിനസ് പാർട്ണർ, ബിസിനസ് പോയാന്ന് പറയാൻ ഇനി ഉള്ള സമയം പോയി. അപ്പൊ ഇവര് ഈ മുറ്റം നിന്ന് കളച്ചെല്ലാം പുല്ല് മാറ്റിയിട്ട് വേറെ പുല്ലിടാനായിട്ടെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കും, കളച്ചോണ്ടിരിക്കുക. ഞാൻ നോക്കിയിട്ട് ഇവരെന്താ പരിപാടി? ഞാൻ ചോദിച്ചു, വണ്ടി നിർത്തിയിട്ട് ഗ്ലാസ് ആർത്തിട്ട് ചോദിച്ചു, എന്താ പരിപാടി സാൻകുട്ടി, എന്താ പരിപാടി? ഞാനിവിടെ എല്ലാം പുല്ലൊക്കെ മാറ്റുക. ഓക്കെ, ഇപ്പൊ ഞാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ വരായി വണ്ടി കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം എന്റെ ഇവനവിടെ ക്ലിക്ക് ചെയ്തു. ഞാൻ പോയിട്ട് സാൻകുട്ടിയുടെ മിഷൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കളച്ചേക്കാം. ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു. മോനോട് പറയണം, മോനെ എന്റെ മോൻ പപ്പാ ഇതെന്തുവാ പരിപാടി ചെയ്യാൻ പോകുന്നത്? ശരി ഞാൻ എടുത്തോണ്ട് വന്നു. കളച്ചു അമ്മ എടുത്തോണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് അറിയത്തില്ല. കിളച്ച് ഇവിടുന്ന് അവിടെ വരെ കളച്ചു. എന്റെ വലിയൊരു ആളാണ്, അത് ഒരുപാടൊക്കെ കളച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ മിഷന് കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തു. ഞങ്ങൾ 3 പേരും പെരക്കകത്ത് കയറിയിരിക്കുക. ഷേർലി വന്നു അറിയണ്ടേ മമ്മി വിറ്റൊന്ന് ആരെന്ന് ഇറങ്ങി നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ അയ്യോ ഇതെങ്ങനെ പറ്റിച്ചു അറിഞ്ഞ് നമ്മൾ ഈ മിഷൻ വേണമെന്ന് പറഞ്ഞ് മിഷൻ ദൈവം കൊടുത്തു. വാടക കൊടുത്തോ? ഞാൻ ഇല്ല. മിഷൻ കിട്ടിയില്ലയോ? കിളയ്ക്കാൻ പഠിച്ചില്ലയോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ആഗ്രഹിച്ചു പറഞ്ഞപ്പോ എന്താ ചെയ്തു? ഇല്ലാത്തതെല്ലാം ഉള്ളതുപോലെ വരാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ബോസ്റ്റണിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ബോസ്റ്റണിൽ പോകുന്നുണ്ട്, ഞാൻ DVD കൊണ്ട് പോകുന്നുണ്ട്, എനിക്ക് $10,000 മിഷൻ ട്രിപ്പിന് വേണം. എത്ര ഡോളർ വേണം? $10,000 ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കുഞ്ഞുകളിയാണ്. അപ്പൊ എന്റെ മോനോട് പറഞ്ഞ പോലെ ഒന്ന് പ്രാർത്ഥിച്ച്, എന്തിനാ ബോസ്റ്റൺ ബോസ്റ്റൺ കോൺഫറൻസിന് പോകാൻ I want $10,000 for the mission trip. What? Yeah, I want $10,000 for mission trip. I'm going to pray for it. $10,000. Come on, $10,000 in the name of Jesus. I said, എത്ര വരണം? $10,000 $10,000 വന്നു. അവിടെ തന്നെ വന്നത്. ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ വന്നു. അവിടുന്ന് 2,000 വന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി. പക്ഷെ ഇവിടെ വന്നു. ഇവിടെ വരുന്നത് ഞാൻ ഒന്നും പറഞ്ഞു പ്രാർത്ഥിച്ചില്ല. എന്താ പ്രാർത്ഥിച്ചത്? അതിന്റെ ദശാക്കളാണ് പോയോ? ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞുതരാം. പ്രൈസറാണ് എങ്ങനെയാണ് വിളിച്ചു വരുത്തുന്നത്? പ്രൈസറാണ്. ശലോമോ പറഞ്ഞു, ഞാൻ ദൈവത്തെ ഗതികൊണ്ട് ആരാധിക്കാൻ പോകണം. 10,000 ആടിനെ കൊണ്ടുവന്നിട്ട്, എത്ര 10,000 അല്ലേ, അതോ 1000 ആയിരുന്നു. 10,000 ആടിനെ കൊണ്ടുവന്ന് യാഗം അർപ്പിച്ചു. ഒടുവിൽ ഇപ്പൊ എത്രയാണെന്ന് അറിയാമോ? 1,500 കുതിര രഥങ്ങളായിരുന്നു ശലോമോൻ യെരൂശലേമിൽ ഉണ്ടാക്കിയത്. ഒരു കുതിര രഥം, ഒരു ഖരാജ്
നോക്കി 1500 ഖരാജ് അവിടെ വന്നത്. പ്രൈസലാണ്. അനവധി സ്വർണം, വെള്ളി, ആഭരണങ്ങൾ എല്ലാം അവിടെ വന്നത് എന്താണെന്ന് അറിയാമോ? അമർത്തി കുലുക്കി കവിയുന്നൊരളവ് ഇതിന്റെ മടിയിൽ ദൈവം തരും. കൊടുപ്പി എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പ്രൈസലാണ്. അപ്പൊ നമ്മൾ ഇല്ലാത്തവരെ എന്ത് ചെയ്യണം? ഉള്ളതുപോലെ വിളിക്കണം. എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് വരും. എനിക്കറിയാനല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങൾ കൊടുക്കണം. ദൈവം ഇല്ലാത്തവരെ നിങ്ങൾ വേണം. എത്ര വേണ്ടത്? ദൈവമക്കളെ മനസ്സിലാക്കി. നിങ്ങൾ പറഞ്ഞ വാചകം കൂടെ പറഞ്ഞ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകും. ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി. അപ്പം മതി. അപ്പം എന്നെ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി സൗഖ്യമാക്കി സമാധാന സമൃദ്ധിയിലേക്ക് നടത്തും. കർത്താവേ, അതാണ് എന്നോട് നീ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രോഗശാന്തിയും ആരോഗ്യവും എന്റെ കുടുംബത്തിൽ, എന്റെ ശരീരത്തിൽ വരുമാറാകട്ടെ. സമാധാനത്തിന്റെ സമൃദ്ധി എന്റെ കുടുംബത്തിൽ വരുമാറാകട്ടെ. ഇന്ന് മുതൽ നിങ്ങൾ അത് മാത്രം പറയാ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുക. അന്നേരം സമാധാനത്തിന്റെ സമൃദ്ധി വരും, രോഗശാന്തി വരും. കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കാനുള്ളവർ പറയണം, അടുത്ത വർഷം പ്രൊമോഷൻ പറയണം. ഞാനൊരു പ്രൊമോട്ട് ആയിത്തീരുന്നു, ഞാൻ അമ്മായികളായിത്തീരുന്നു. ഞാൻ അമ്മായികളായി തീരട്ടെ. എനിക്കൊരു വരുമാനം വരട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരാണ്, എനിക്കൊരു കുഞ്ഞു ഉണ്ടായി വരട്ടെ. നിങ്ങൾ സന്താനം ബുദ്ധിയുള്ളവരാകുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ് ഏറ്റു പറയാനുള്ള ബുദ്ധിമുട്ട് അല്ലേ? കർത്താവിന്റെ പറഞ്ഞ് എന്നെ പ്രൊമോട്ട് ചെയ്ത് നിന്റെ മക്കളുടെ മക്കളെയും കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു. പുത്രം ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ക്ഷമയോടെ ദൈവത്തിനെ കാത്തിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിച്ച് സഹായിക്കുകയാണ്. വിശേഷ കർത്താവ് ദാസനെ വളരെ നന്ദി അറിയിക്കുന്നു. ദൈവസഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയും നമസ്കാരം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ വിശ്വാസത്തിൽ കേൾക്കുവാൻ ദൈവരാജ്യത്തിന് അംഗങ്ങളാണെന്ന് പറയുന്നെങ്കിലും പ്രവർത്തനത്തിൽ വരുമ്പോൾ വിമുഖത നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിലും സ്വർഗത്തിൽ ദൈവം നമുക്കത് എപ്രകാരം പ്രവർത്തിക്കണമെന്നുള്ളതും ദൈവം നമുക്ക് അവകാശങ്ങളും അധികാരങ്ങളും അനുഗ്രഹങ്ങളും നമ്മളിപ്പോൾ അത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നേടിയെടുത്ത് വിജയകരമായ ജീവിതം നയിക്കേണ്ട ആവശ്യകത പറ്റി നാം കേട്ടല്ലോ. നമ്മെ എല്ലാവരെയും അതിനായിട്ട് കർത്താവ് ഒരുക്കിയെടുക്കേണ്ട പ്രാർത്ഥനയും സൂക്ഷയും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഗൾഫിൽ രാജ്യത്തെ പല ഭാഗങ്ങളിൽ യാത്രയിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. തന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിന്റെ ധൈര്യം കൊണ്ട് പ്രത്യാശ നിർത്തിവനായി ദിവസം ചൂടിക്കാൻ നമുക്ക് പകർന്ന് ഈ കഴിഞ്ഞ ദിവസം വചന പറഞ്ഞുകളയാതെ വേണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി ചെയ്യുവാൻ വേണം. കർത്താവിനെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ കൃപ കൂട്ടിക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. പ്രിയ ജെയിംസ് ക്ലാസ്സുകൾ അവസാനിക്കും.